ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഈ മുസ്ലിം പുരോഹിതര് വടി കൊടുത്തടി വാങ്ങിക്കുന്ന ഇനങ്ങളാണ്. അവർ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് അല്ല അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. നമ്മുടെ കണ്ണിൽ തന്നെ കോല് കിടപ്പുണ്ട്. എന്നിട്ടും അപരന്റെ കണ്ണിലെ കരടെടുക്കാനാണ് ഇവർ വെപ്രാളപ്പെട്ടു പോകുന്നത്. നമ്മുടെ മതമോ നമ്മുടെ മതഗ്രന്ഥങ്ങളോ കുറ്റമറ്റതാണ് എന്ന് സമർത്ഥിക്കാൻ ഇതുവരേക്കും വിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ടും അവരെന്തിനായിരിക്കും ഹൈന്ദവ ക്രൈസ്തവ മതവിശ്വാസികളെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്? അതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്നത് എന്താണ്? രൂക്ഷമായ വിമർശനങ്ങൾ. അവരങ്ങോട്ടുന്നയിക്കുന്നതിന് കൃത്യമായ രൂപത്തിൽ മറുപടികളും ലഭിക്കുന്നു. ഇവർക്ക് അതിനേക്കാൾ ക്രൂരമായ രൂപത്തിലുള്ള വിമർശനങ്ങളും ലഭിക്കുന്നു. സ്നേഹസംവാദം എന്ന പരിപാടിയിലൂടെ അവരുടെ മതത്തെ വെള്ളപൂശുക മാത്രമല്ല ചെയ്തത്, അപരന്റെ മതവിശ്വാസ പ്രമാണങ്ങൾക്ക്, അവരുടെ വിശ്വാസങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണുള്ളത് എന്ന് നോക്കിപ്പോയി ആ കുറവുകൾ കണ്ടെത്തി അത് വിശ്വാസികളെ ധരിപ്പിക്കുന്ന തിരക്കിൽ കൂടിയായിരുന്നു. നമ്മുടേതു മാത്രമാണ് പത്തരമാറ്റായ വിശ്വാസം, മറ്റതെല്ലാം പോക്കാണ്. നമ്മളെ മാത്രമാണ് അള്ളാഹു ആത്യന്തികമായിട്ട് വിജയിപ്പിക്കുന്നത്, മറ്റുള്ളവരെ ഒന്നും അള്ളാഹു വിജയിപ്പിക്കില്ല. നമ്മുടെ ആശയങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യയോഗ്യമായത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും വിമർശിച്ചു. യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്നും ആ പിഴച്ചുപെറ്റ സന്തതിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ലെന്നും ഇസ്ലാം മതവിശ്വാസികൾ പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോൾ അവര് തിരിച്ചു ചോദിച്ചു, മുഹമ്മദ് നബിയുടെ വാപ്പയാരാണ്? കേട്ടോ, ഒരു കൂട്ടര് യേശുവിന്റെ ജീവചരിത്രം എടുത്തു വെച്ചുകൊണ്ട് യേശുവിന്റെ ജനനം തെറ്റായിരുന്നു, പഴിച്ചുപെട്ടതാണ്, അവൻ കുരിശിൽ മരിച്ചിട്ടില്ല, ഉദ്ധാനം ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളെ അവര് നിഷേധിക്കുന്നു, അവഹേളിക്കുന്നു. എന്നാൽ തങ്ങളുടെ പ്രവാചകനെ കുറിച്ച് അവരുടെ മതഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചാൽ അപ്പോൾ അത് മതനിന്ദയുമാകും. ഇതിന് രണ്ടിനെയും നമുക്ക് എങ്ങനെയാ കൂട്ടി വായിക്കാൻ പറ്റുന്നത്? ഫാദർ ജോൺസൺ. ഇതുവരെ പ്രവാചക നിന്ദയ്ക്കോ മതനിന്ദയ്ക്കോ ഒരു ഡെഫിനിഷൻ പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇത്തരം വസ്തുതകൾ എഴുതിയത് തെറ്റല്ല, അത് മതത്തെ വളർത്തുന്നതിന് വേണ്ടിയാണ്. അതിനകത്ത് എഴുതിയ വസ്തുതകൾ ഞാൻ തുറന്നു പറഞ്ഞാൽ എനിക്കെതിരെ മതനിന്ദ കേസായി. അത് ഇസ്ലാമിനെ തളർത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് അവരുടെ പക്ഷം. അതുപോലെ ഇതൊക്കെ പല തട്ടുകളിലാണ് അവർ കാണുന്നത്. ഇതിനകത്തുള്ളൊരു അപജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാനിൽ തന്നെ സൂറ അൽ-തരീം അഥവാ 66-12 വളരെ കൃത്യമായിട്ട് പറയുന്നു, അള്ളാഹു മറിയം ബീവിയുടെ ഫർജിൽ ഊതിയിട്ടാണ് ഈസ എന്ന് പറയുന്നത്. ആ ഈസായി ബൈബിളിലെ യേശു ക്രിസ്തു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എങ്കിൽ പോലും അങ്ങനെ ഊതിയിട്ടാണ് ഈസ ഉണ്ടായെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ ഈസായുടെ പിതാവ് എന്ന് പറയുന്നത് ഖുറാനികമായിട്ട് യേശുവിന്റെ അല്ല, ഈസായുടെ പിതാവ് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അപ്പൊ അവർ തന്നെയാണ് കളിയാക്കുന്നത്, അവരുടെ മതത്തെ അവർ തന്നെയാണ് ചവിട്ടിക്കൊളിക്കുന്നത്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. മൂന്ന് സൂറകളിൽ 3 കൃത്യമായ അധ്യായങ്ങളില് ഈസായുടെ ജന്മത്തെ കുറിച്ച് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലക്ക് വന്ന് തികഞ്ഞ ആൾ രൂപത്തിൽ വന്നിട്ട് മറിയം ബീവി കാര്യം സാധിച്ചു പോയി എന്നുള്ളത് പറയുന്നു. മലക്കുകൾ വന്നിട്ട് കലിമ ഇട്ടുകൊടുത്തിട്ട് ഈസ ഉണ്ടായി എന്ന് പറയുന്നു. മറ്റൊന്ന് അള്ളാഹു ഊതിയിട്ട് ഫർജിൽ ഊതിയിട്ട് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ വൈരുദ്ധ്യം തന്നെയാണ് അതിനകത്ത്, ആ ഗ്രന്ഥത്തിന്റെ വൈരുദ്ധ്യമാണ്. മാത്രമല്ല വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളനോട്ട് അടിക്കുന്നത് ഏതിനെ ആസ്പദമാക്കിയ? നല്ല നോട്ടിനെ ഒറിജിനൽ നോട്ടിനെ ആസ്പദം. ഈ ഒറിജിനൽ നോട്ടിന്റെ ഒരു 99% ഒറിജിനാലിറ്റി പോലെ തന്നെ ഈ കള്ളനോട്ടിലുണ്ടെങ്കിലും കള്ളനോട്ട് എപ്പോഴും കള്ളനോട്ട് തന്നെയായിരിക്കും. അത് നമ്മൾ ആളുകൾ ഉദാഹരണമാണ്, കള്ളനോട്ട് തന്നെയായിരിക്കും. അത് നമ്മൾ ആളുകളോട് പറയണ്ടേ? അത് പറയുമ്പോൾ നമ്മുടെ മേക്കത്ത് കയറിയിട്ട് എന്താ പ്രയോജനം? അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ എക്സ് മുസ്ലിംസ് ഒക്കെ പറയുന്ന പോലെ തന്നെ, എക്സ് മുസ്ലിംസ് മാത്രമല്ല സാധാരണ ജനങ്ങൾ, ഇസ്ലാമിക ജനങ്ങളിൽ നല്ല പങ്കും പറയുന്നത് പോലെ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ അതിനകത്തുള്ള എന്താണെന്നുള്ളത് അവർ തന്നെ ഒന്ന് പഠിക്കട്ടെ. അത് പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും അതിനനുസരിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഞാൻ ആ സമൂഹം എന്ന് പറയുമ്പോൾ മൊത്തം മുസ്ലിംസിനെ ഉദ്ദേശിച്ച് അല്ല എന്നുള്ളത് ആരും പോലെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പറയുന്നത് ഇതിനകത്തെ ഭീകരവാദികളായിട്ട് തീവ്രവാദികളായിട്ട് നിൽക്കുന്ന SDPI അതേപോലെ ജമാഅത്തെ ഇസ്ലാമി 2 വിഭാഗം മാത്രമേ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഉൾപ്പെട്ട് നിൽക്കുന്നുള്ളൂ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തന്ത്രം എന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂടെ
ഒന്നിച്ചു കൂട്ടിക്കൊഴിക്കും. ഉമ്മത്ത് എന്നുള്ളതിന്റെ വിവക്ഷയാണ് രാഷ്ട്രീയമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എടുത്തിരിക്കുന്നത്. ഉമ്മത്ത് ഇസ്ലാം മുസ്ലിം ഉമ്മത്താണ് മുസ്ലിം രാഷ്ട്രീയമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദ് സാഹിബെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടിനെ കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി, ശക്തി പ്രകടനം നടത്താൻ വേണ്ടി, സത്യത്തെ തമസ്കരിക്കാൻ വേണ്ടി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ കൊല്ലാപ്പുണ്ടാക്കുക, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിറങ്ങുക. ഇത് കണ്ടിട്ട് സാധാരണ മുസ്ലിംസ് വിചാരിക്കും ശരിയാണല്ലോ, ഇതെല്ലാം നബിയെ അവഹേളിക്കുന്നതാണല്ലോ, ഈ വേദഗ്രന്ഥത്തിനെതിരെയാണ്. അല്ല, ഇവിടെ നമ്മൾ ആരെയും അവഹേളിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് ചരിത്രപരമായിട്ടൊന്ന് വായിച്ചാൽ മതിയാവും. സീറത്തുൽ റസൂലിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു ഇവിടെ എന്താണ് അവഹേളനം, എന്താണ് ഇല്ലാത്തത് കെട്ടിച്ചമച്ചു പറയുന്നത്, എന്താണ് ഉള്ളത് എന്ന് പറയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു. മതപ്രമാണങ്ങളിലുള്ള വസ്തുത ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്, വിശ്വാസയോഗ്യമായ പ്രമാണങ്ങളാണ് എന്ന് വിശ്വാസി സമൂഹം അംഗീകരിച്ച ഗ്രന്ഥങ്ങളിലുള്ളത് തുറന്നു പറഞ്ഞാൽ എങ്ങനെയാണ് മതനിന്ദയാകുന്നത്? അതെങ്ങനെയാണ് നബി നിന്ദയാകുന്നത്? ദൈവസല്ലമിയുടെ പൂർണ്ണമായിട്ടുള്ള നേച്ചർ കൊടുത്തിരിക്കുന്നത്. വേറെ എവിടെ നോക്കിട്ട് സീറത്തുൽ റസൂൽ, കാരണം അതാണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ഖുറാന്റെ ക്രോഡീകരണത്തിന് മുമ്പ് തന്നെ ഇബ്നു ഇഷ്ഹാഖ് എഴുതി തുടങ്ങിയതും അത് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന വ്യക്തി എഴുതി തീർത്തതുമായിട്ടുള്ള സീറത്തുൽ റസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആധികാരികമായിട്ടുള്ള ഇസ്ലാമിക പ്രവാചകന്റെ ജീവിതചര്യകളെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് സുന്നത്തുൽ ഔൽ സുന്നത്തുൽ ഖൗൽ എന്ന് പറയും രണ്ടും. അതായത് സുന്നത്തുൽ ഔൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുന്നത്തുൽ ഖൗൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചതും പ്രവാചകന്റെ ജീവിതചര്യകളും ഇതെല്ലാം. അതായത് എന്താണ് സീറത്തു റസൂൽ, പ്രവാചക ചരിത്രം എന്താണ്, ഏത് ചരിത്രമാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ഏത് ഗ്രന്ഥമാണ് അംഗീകരിക്കേണ്ടത്, ഏത് ഗ്രന്ഥത്തിലാണ് പ്രവാചകനെ സംബന്ധിച്ച് ഇത്തരം കൃത്യങ്ങൾ പറയുന്നത്, ഇതെല്ലാം റെഫറൻസ് അടക്കം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം, അവർ മറ്റുള്ളവരെ നശിപ്പിക്കണം 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 എന്ന് ചിന്തിക്കുന്നവരല്ല. അവർക്ക് എന്തെങ്കിലും പഠിക്കണം, പുതിയത് പഠിക്കാൻ, അന്വേഷിക്കാൻ, കണ്ടെത്താൻ, ആ രൂപത്തിൽ പരിശ്രമിക്കാനൊക്കെ നല്ല മൈൻഡുള്ളവരാണ് അവര്. ഒന്നതാണ്. രണ്ട്, അവർക്കും ഈ രാജ്യത്ത് നിലനിന്നു പോകണ്ടേ, ഈ ലോകത്ത് അവർക്കും ജീവിക്കണ്ടേ. എല്ലാ കാലവും ഇവരെ പേടിച്ചും ഭയന്നും ഇവർക്ക് ഉത്തരം നൽകാതെയും അവരങ്ങ് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു മുന്നോട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഇബ്നു ഇസ്ഹാഖിന്റെ ഇസ്ലാം മത ചരിത്രം, പ്രവാചക ചരിത്രം എന്താണ്? എന്താണ് സീറ? സീറത്ത് ഇബ്നു ഹിഷാം പഠിക്കണമല്ലോ, സീറത്ത് റസൂല് പഠിക്കണമല്ലോ, ഇബ്നു ഹിഷാം എന്താണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പഠിക്കണമല്ലോ. അതവര് പഠിക്കാൻ തീരുമാനിച്ചു. പ്രവാചകന്റെ അത്ഭുത ജനനവും, പ്രവാചകന്റെ മാതാവ് പ്രവാചകനെ 2.5 വർഷത്തോളം ഗർഭം ധരിച്ചതും, ശരിയായ പിതാവ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ആമിന ഗർഭിണി പ്രസവിക്കുന്നതും എന്നൊക്കെയുള്ള ചരിത്രം ഇന്നവർക്ക് വളരെ നന്നായിട്ടറിയാം. അവരോട് യേശുവിന്റെ വാപ്പയാരാണ്, അപ്പനാരാണെന്ന് ചോദിച്ചു പോയാൽ അവര് കൃത്യമായിട്ട് മറുപടികൾ തന്നുകൊണ്ടേയിരിക്കും. അത് കിട്ടുമ്പോൾ കിടന്ന് മോങ്ങിക്കാറാമെന്നുള്ളതല്ലാതെ അവരോട് ജയിക്കാൻ വിജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല, തലച്ചോറും കൊണ്ടും കഴിയില്ല. വേണമെങ്കിൽ കേസുകൾ കൊടുക്കാം, അതല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താം. ഇപ്പൊ ഭീഷണിയിലും അവർ വഴങ്ങുന്നില്ല, കേസുകളിലും അവർ വഴങ്ങുന്നില്ല, അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ വീണ്ടും മുന്നോട്ട് തന്നെ. നന്ദി.